പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത ഒഡീഷ എഫ്സിയുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISLലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുകളിൽ ഒരാളാണ് സെർജിയോ ലൊബേറ. എന്നാൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ്സിക്ക് സെർജിയോ ലൊബേറയുടെ കീഴിൽ അത്ര തിളങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ പോലും സെർജിയോ ലൊബേറ അദ്ദേഹം ഒഡീഷയിൽ തുടരുമെന്നായിരുന്നു ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെയായിരുന്നു അങ്ങനെ ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. അതായത് ഒഡീഷ എഫ്സിയും സെർജിയോ ലൊബേറയും വേർപിരിഞ്ഞു എന്നുള്ളത്. പുതിയ കോച്ചിനെ ഉടൻ തന്നെ അനൗൺസ് ചെയ്തേക്കുമെന്നും ഒഡീഷ എഫ് സി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഒഡീഷ എഫ് സിയെ സംബന്ധിച്ച് സെർജിയോ ലൊബേറയെ പോലത്തെ ഒരു പരിശീലകൻ പോയത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒഡീഷ എഫ് സി ക്ലബ്ബ് വിട്ട ലൊബേറയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിലെ ചാമ്പ്യൻസ് ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ പരിശീലകനായിട്ടുണ്ടായിരുന്ന ജോസ് മൊലീന ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ജോസ് മൊലീന ക്ലബ്ബ് വിട്ട് പോയതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞ ദിവസം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ ജോസ് മൊലീനയുടെ കീഴിലായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഷീൽഡ് വിന്നേഴ്സ് ആയതും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ആയതും. ജോസ് മൊലീനയ്ക്ക് പകരമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് സെർജിയോ ലൊബേറയാണ്. മാത്രമല്ല സെർജിയോ ലൊബേറ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റിനോട് 3 വിദേശ താരങ്ങളെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മോഹൻ ബഗാൻ കൂടുതൽ ശക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തൊരു കാര്യം മോഹൻ ബഗാൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ വരുന്ന നവംബർ 30 പരിശീലനം പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ISLൻ്റെ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ട് പോലും മോഹൻ ബഗാൻ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പുതിയ കോച്ചിനെയെല്ലാം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ISL ക്ലബ്ബുകളും പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ISLുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമായിരിക്കും ക്ലബ്ബുകൾ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.